ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ്. ലെങ്തായ കാണാത്തതുണ്ട്. പിന്നെ ഞാൻ 13 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ CAD ലാബിലും കോൺക്രീറ്റ് ലാബിലും വെച്ചിട്ട് ഒരു സ്ത്രീയും അവിടെയുള്ള ഒരു സ്റ്റാഫും തമ്മിൽ ഒരുപാട് സെക്ഷൽ കോണ്ടാക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. എനിക്കൊരു വോയിസും ഇല്ല എന്ന് മാത്രമല്ല, ഈ ലേഡി എന്നെ ലൈബ്രറിയിൽ മാത്രം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലേഡി ഈ മറ്റേ സ്റ്റാഫുമായിട്ട് റിലേഷൻ ഉണ്ടായ ലേഡി എന്നെ പിന്നെ ലൈബ്രറിയിൽ മാത്രമായിട്ട് 3 വർഷം ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പതിയെ പിന്നെ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എന്നെ ഒതുക്കിയത്, എന്താണ് അവരെ ലക്ഷ്യമെന്ന്. അവർക്ക് മക്കളും ഭർത്താവൊക്കെ ഉണ്ട്, പക്ഷേ സെക്ഷൽ റിലേഷൻഷിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരൊരു ഫിനാൻഷ്യലി കോളേജിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിൻ്റെ ഒരു മെയിൻ കണ്ണി അവരാണ്. ഇതിൻ്റെ മേലെ എവിടെ എൻക്വയറിക്ക് വരാനോ എന്ത് എൻക്വയറി സർക്കാർ പുറപ്പെടുവിച്ചാലും ഞാൻ പുഷ്പം പോലെ ഞാൻ എവിഡൻസ് മീൻസ് എവിടെ വന്ന് പറയാനും പിന്നെ വല്ല നുണപരിശോധന അങ്ങനെയൊക്കെ പറ്റുമല്ലോ. മറ്റിപ്പോൾ നമുക്ക് 13 വർഷം മുന്നേ ഒരാണും പെണ്ണും ലാബിൽ വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്തതിൻ്റെ തെളിവ് എന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് യൂട്യൂബ് എടുക്കാനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ CCTV പരിശോധിച്ചാൽ സിവിൽ HODൻ്റെ നേതൃത്വത്തിൽ പിന്നെ ജിയോടെക് ലാബിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ഇപ്പോൾ പോയിട്ട് എവിഡൻസ് എടുക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. CCTV എവിഡൻസ് എടുക്കാം. എഞ്ചിനീയറിംഗ് കോളേജിൽ ജിയോടെക് ലാബിൻ്റെ മുന്നിൽ ഉള്ള പിന്നെ CCTV എവിഡൻസ് എടുത്താൽ 2 വ്യക്തികൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും എന്തിനാണ് ഒരു ദിവസം 16 വട്ടം പോകുന്നതെന്നും എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നും ഇപ്പോൾ അതേ കക്ഷികൾ CADൽ എന്താണ് ചെയ്യുന്നതെന്നും വെക്കേഷൻ ഡ്യൂട്ടി എടുത്ത് പിന്നെ ലാബിൽ എന്തൊക്കെ കാര്യങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പ് മേലധികാരികൾ അറിഞ്ഞും കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഘടനകളൊന്നും ഇടപെടാത്ത? അതായത് ഇതുമാതിരി പിന്നെ ഇതുമാതിരിയുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥാപനത്തിൽ വെളിയിൽ റൂം എടുത്ത് ചെയ്യാം. എന്നോട് തന്നെ ഒരു നേതാവ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ലേഡീസ് സ്റ്റാഫായിട്ടുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, നിങ്ങൾക്ക് വെളിയിലേക്ക് പിന്നെ റൂം എടുത്ത് ചെയ്യാൻ പറഞ്ഞുകൂടെ എന്ന് എൻ്റെ അടുത്തൊരു സഖാവ് ചോദിച്ചിട്ടുണ്ട്, യൂണിയൻ നേതാവ് ചോദിച്ചിട്ടുണ്ട്. അവരെന്താ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്നത്? സഖാവേ, ഈ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവർക്കും അറിയാലോ. ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കോളേജ് ഡ്യൂട്ടി സമയത്ത് നടക്കുന്നത് കോളേജിലെ എല്ലാ സഖാക്കന്മാർക്കും അറിയാലോ. നിങ്ങൾ എന്നിട്ട് എന്താ കണ്ണടച്ചിരിക്കുന്നത്? ശ്രീലത എന്താണ് ചെയ്തത്? ശ്രീലതക്കെതിരെ നഗ്നത എഴുതിയവനെതിരെ പ്രതികരിച്ചു. അതാണ് ഞാൻ ചെയ്തത്. ഞാൻ അവൻ്റെ കൂടെ കിടക്കാനൊന്നും ഞാൻ പോയില്ല, ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഈ ജിയോടെക് ലാബിലും CAD ലാബിലും ഇപ്പം നടക്കുന്ന ഇല്ലീഗൽ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് മാന്യന്മാർ ഇടപെട്ട് നിർത്താത്തത്? എന്തുകൊണ്ടാണ് അവർക്കൊന്നും സസ്പെൻഷനോ വാണിങ്ങോ ഒന്നും കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ പിന്നെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്താത്തത്, ട്രാൻസ്ഫർ അടിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ എൻജിനീയറിംഗ് കോളേജ് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കേന്ദ്രമാക്കി മാറ്റുന്നത്? എൻ്റെ മലയാളം എന്നാണ് വ്യഭിചാര കേന്ദ്രം. കറക്റ്റ്. എൻജിനീയറിംഗ് കോളേജ് ഒരു വ്യഭിചാര കേന്ദ്രമാക്കി മാറ്റുന്നത് എന്താ നിങ്ങൾ? ഇതിനൊക്കെ ഞാൻ സാക്ഷിയല്ലേ. ഏത് പോലീസ് എന്നോട് ചോദ്യം ചെയ്യാൻ വരുന്നത്? ഞാൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. ഒന്ന് അവിടുത്തെ CCTV എടുത്ത് പരിശോധിക്കണം. ഞാൻ പറഞ്ഞുതരാം ആളാരാന്ന്. 13 വർഷം മുന്നേ ഞാൻ കണ്ട ആളെ പേരും ഞാൻ കണ്ട അനുഭവങ്ങളും ഞാൻ പറയാം. ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് എൻജിനീയറിംഗ് കോളേജ് ഇത്രയും സഖാക്കന്മാരും ഇത്രയും ആന്തൂർ മുനിസിപ്പാലിറ്റിയും ഇത്രയും വലിയൊരു സ്ഥാപനവും ഇത്രയും പ്രശസ്തി പബ്ലിസിറ്റിയൊക്കെ ഉള്ളതും പിന്നെ KGOൻ്റെ സംസ്ഥാന നേതാവ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ആയിട്ടിരിക്കുന്ന എൻജിനീയറിംഗ് കോളേജിലെ
ആണും പെണ്ണും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നിങ്ങൾ എന്തിനാ കോളേജ് സമയത്ത് കൂട്ടു നിൽക്കുന്നത്? 9 മണിക്ക് മുന്നേ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം എൻ്റെ യൂട്യൂബാണോ നിങ്ങളെ ഏറ്റവും വലിയ വിഷയം? ഞാൻ രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന യൂട്യൂബിലാണോ നിങ്ങളെ അഭിമാനവും അന്തസ്സൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെത്? എൻ്റെ നഗ്നതയിലാണോ? നഗ്നത പകൽ സമയത്ത് ഡ്യൂട്ടി സമയത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട് കോളേജിൽ, കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഇഷ്ടപ്പെട്ടവരങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടി സമയത്ത്. അതിലൊന്ന് ഇടപെട്ടൂടെ മേലധികാരി, HOD, സഖാക്കന്മാർ? എഞ്ചിനീയറിംഗ് കോളേജ് എന്തിനാ വ്യഭിചാര കേന്ദ്രമാക്കി മാറ്റുന്നത്? നിങ്ങൾക്ക് അതിനിടപെട്ടൂടെ? അതും ടെക്നിക്കൽ സ്റ്റാഫ്, നിങ്ങളെന്തിനാ അതൊന്നും ഇടപെടാത്ത? എന്താ എൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത്രമാത്രം അസ്വസ്ഥത? എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ രാത്രിയിൽ എൻ്റെ ആഗ്രഹങ്ങൾ ചെയ്യുന്നതിന് എന്തിനാ നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥത? ഞാനിത് തുടരും. ഞാനവിടെ കണ്ട പല കാര്യങ്ങളും വിളിച്ചു പറയും. ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉള്ള ആളെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് വൈഫ് ആടി ഉണ്ടോ ചോദിച്ചതിൻ്റെ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. സൈബർ സെല്ലിന് ഫോൺ തരാം. എൻ്റെ ഭാര്യ ലാബിലുണ്ടോ എന്ന് ഭർത്താവ് വിളിച്ച് ചോദിച്ചതിൻ്റെ എവിഡൻസ് എൻ്റെ ലാബിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്. ഞാൻ തരാം. ഞാൻ ആർക്ക് വേണമെങ്കിലും എൻ്റെ ഫോൺ തരാം, നിരുപാധികം. തെളിവിന് ഫോൺ തരാം. അവിഹിതം നടക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലാബിൽ. ഞാനും അറിഞ്ഞില്ല എന്ന് വരണ്ട. ശ്രീലത യൂട്യൂബ് ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം. ലാബ് സമയത്ത് അവിഹിതം നടക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ 13 വർഷം കണ്ടിട്ടുണ്ട്, ഇപ്പോഴും അവിടെയുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ എവിടെ വന്നിട്ട് ഉത്തരം തരാനും ഞാൻ തയ്യാറാണ്. പിന്നെ ഒരു സ്ത്രീൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് അവരവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഈ ഫോണിൽ എത്ര പഴകിയാലും ഉണ്ടാവില്ലേ? സൈബറിൽ കൊടുത്താൽ കിട്ടും. ഞാൻ തരാം. ഞാനെപ്പോഴും ഉണ്ട് എന്ന് പറയും, വേറെ ഒന്നും പറയാറില്ല. ഞാൻ ഫോൺ തരാം, വിത്ത് എവിഡൻസ് എൻ്റെ ഫോൺ തരാം. എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവിഹിതം നടക്കുന്നത് സ്വന്തം ഭാര്യയായിട്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തരാം. എവിഡൻസ് എൻ്റെ ഫോണിലുണ്ട്. എന്നെ വിളിച്ചതാണ്, ഞാൻ വിളിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും തരാം. പിന്നെ ഇപ്പോൾ CCTV പരിശോധിച്ച ഇപ്പോൾ ഉള്ള അവിഹിത ജോഡികളെ കണ്ടെത്തുകയും ചെയ്യൂ. ശ്രീലതേനെ സസ്പെൻഷൻ അടിച്ചതിനെ കൊണ്ടൊന്നും നിങ്ങളെ മുഖം രക്ഷിക്കാൻ പറ്റില്ല. അതൊരു തോന്നൽ മാത്രമാണ്. പാർട്ട് 3 ഉണ്ട്. ഓക്കേ.